ഫിഷിംഗ് വെസൽസിലെ ക്രൂസിന് ഒരു ക്യാപ്പ് ഉണ്ടായിരുന്നു, ഇയർലി ക്യാപ്പ്. അത് അവരിവിടെ റിമൂവ് ചെയ്തു. ഇപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പെട്ടെന്ന് ജോലി കിട്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്. സുഖമായിട്ടിരിക്കുന്ന എല്ലാവരും. ഇമിഗ്രേഷനിൽ കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇമിഗ്രേഷൻ്റെ റൂൾസൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. ഇപ്പോൾ അത് കുറച്ച് സ്ട്രിക്ട്നെസ് ഒക്കെ കുറച്ചതായിട്ടാണ് എനിക്കിവിടെ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ആ റൂൾസ് പ്രകാരം അക്രഡിറ്റഡ് വർക്ക് വിസയ്ക്ക് ചില ചേഞ്ചസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ ഒരു മീഡിയൻ വേജ് അത്യാവശ്യമായിരുന്നു. അതായത് $30 ഒരു മണിക്കൂറിൽ കിട്ടുന്ന ജോലിയുള്ളവർക്ക് മാത്രമേ അക്രഡിറ്റഡ് ആയിട്ടുള്ള വിസ കിട്ടിയിരുന്നുള്ളൂ. ഇപ്പോൾ അത് മാറ്റിയിട്ടുണ്ട്. ആ ആവറേജ് മീഡിയൻ വേജ് കുറച്ചുകൂടി ലോവർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ന്യൂസ് അല്ലേ. അതുപോലെ തന്നെ ഫാമിലിയെ കൊണ്ടുവരണമെങ്കിൽ 57,000 ഇയർലി വരുമാനമുള്ളവർക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. നേരത്തെ പറഞ്ഞത് ശരിയായില്ലേ? അതായത് സാവധാനം ഈ റൂൾസൊക്കെ ചേഞ്ച് ചെയ്യും നമ്മളോട് പറഞ്ഞു. ഇനിയിപ്പോൾ ന്യൂസിലൻഡിലേക്ക് വരാനായിട്ട് തയ്യാറെടുക്കുന്ന നഴ്സസിനും അതുപോലെ തന്നെ മറ്റ് ജോലിക്കാർക്കും സ്കിൽഡ് ലേബറേഴ്സിനൊക്കെ തന്നെ വളരെയേറെ പ്രതീക്ഷ ഉള്ളൊരു കാലഘട്ടമാണ് ഈ 2025. ഈ പുതിയ അപ്ഡേറ്റ്സുകളൊക്കെ ഒരു 4 സ്റ്റേജ് ആയിട്ടായിരിക്കും ഇവിടെ നടപ്പിലാക്കുന്നത്. പുതിയ സീസണൽ വിസകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓരോ സീസണിലും ഫാം വർക്കൊക്കെ ആയിരിക്കും അവരിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ സീസണൽ വിസകൾക്കെല്ലാം ആ സ്ട്രിക്ട്നെസ് കുറച്ചിട്ടുണ്ട്. കാരണം ഇവിടെ ജോലിക്കാരെ കിട്ടാത്തൊരവസ്ഥ വന്നപ്പോഴാണ് ഗവൺമെന്റ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സന്തോഷിക്കാനുള്ള വക തന്നെയാണ് അത്. ന്യൂസിലൻഡിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവർക്ക് കുറച്ചുകൂടി ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ 2025 നമുക്കിവിടെ പ്രതീക്ഷിക്കാവുന്നത്. ഇക്കോണമി റെസ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി പുതിയ ഗവൺമെന്റ് വന്നപ്പോൾ കുറേ ജോലിക്കാരുടെ എണ്ണമൊക്കെ ഇവിടെ വെട്ടിക്കുറച്ചു. അപ്പോൾ നഴ്സസിനൊക്കെ വളരെ സ്കേഴ്സിറ്റി വന്നു. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ നഴ്സസ് മാത്രമല്ല, അവിടെയുള്ള മിക്കവാറും ജോലിക്കാരുടെ നമ്പേഴ്സൊക്കെ അവരിവിടെ വെട്ടിക്കുറച്ചതല്ല, പുതുതായിട്ടുള്ള അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ അവരിവിടെ കുറച്ചു. അതുകൊണ്ട് ഒരുപാട് സ്റ്റാഫിന്റെ സ്കേഴ്സിറ്റി ഉണ്ട്. അപ്പൊ 2025 ഈ വേക്കൻസികളൊക്കെ എന്തായാലും വരുമെന്ന് നമുക്കിവിടെ പ്രതീക്ഷിക്കാം. അപ്പൊ ജോലി നോക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നവർക്ക് ഇപ്പൊ തന്നെ നിങ്ങളുടെ IELTS ഒക്കെ ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യാം, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ കൂട്ടാം, അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ഒക്കെ കൂട്ടാം. ജസ്റ്റ് ഡിഗ്രി ഒക്കെ കഴിഞ്ഞ ഫ്രഷേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാവുന്ന ചില കോഴ്സസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഗ്രാഫിക് ഡിസൈനിങ്, വെബ് ഡിസൈനിങ് അതുപോലുള്ള സോഫ്റ്റ്വെയർ ജോബ്സ് ഒക്കെ ജോബ് മാർക്കറ്റിൽ വളരെ ഡിമാൻഡുള്ളതാണ്. അപ്പൊ അങ്ങനെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിരിക്കുന്നവര് ഇതുപോലുള്ള ഒരു കോഴ്സ് കൂടി ചെയ്ത് കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ നേടാൻ ശ്രമിക്കുക. ഇതുപോലുള്ള സോഫ്റ്റ്വെയർ ജോബ്സ് എല്ലാം നിങ്ങൾക്കും ഇവിടെ ലഭ്യമാകും. അപ്പൊ അതിനുവേണ്ടി ശ്രമിക്കുക കേട്ടോ. നിങ്ങൾ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാനായിട്ട് അവരോട് പറയുക. അല്ലെ, ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രോസസ്സിംഗ് ടൈം വളരെ കൂടുതലായിരുന്നു. ഇപ്പൊ ഞാൻ അറിയുന്ന ഒരു വ്യക്തി ഒരു ഏജൻസി വഴി ജോലിക്ക് അപ്ലൈ ചെയ്തു. വിസയ്ക്ക് കാത്തിരിക്കുന്നത് ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നത് 5 മാസമായി. ശരിക്കും 4 മാസമാണ് കാലാവധി. ജോലിക്കാരുടെ കുറവ് കൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ കൂടെ ഉണ്ടാവുന്നത്. ഗവൺമെന്റ് ഇമിഗ്രേഷൻ ഓഫീസേഴ്സിന്റെ എണ്ണം വർദ്ധിപ്പിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഫോൺ ചെയ്ത് കാര്യങ്ങൾ അന്വേഷിക്കാനും ഇമെയിൽ ചെയ്ത് കാര്യങ്ങൾ അന്വേഷിക്കാനും ഒക്കെ വളരെ എളുപ്പത്തിൽ സാധിക്കും. നേരത്തെ ഉണ്ടായിരുന്ന 4 മാസം എന്നത് ഇനിയും കുറയ്ക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ വിസയുടെ അപ്ഡേറ്റ്സ് ഒക്കെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കിവിടെ കിട്ടാനായിട്ട് അത് സഹായിക്കും. അതുപോലെ ഇമിഗ്രൻസിന് പലതരത്തിലുള്ള സഹായങ്ങൾ ചെയ്യാനായിട്ട് ഗവൺമെന്റ് ഇവിടെ തീരുമാനമെടുത്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്കിവിടെ അറിയില്ല. ഇമിഗ്രൻസിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് അവരിവിടെ പറയുന്നത്. അപ്പൊ എന്തായാലും ഇത്തരത്തിലുള്ള ജോലികൾ അന്വേഷിക്കുന്നവര് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കി വെക്കുക. നിങ്ങളൊരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക. ആദ്യം തന്നെ ലിങ്ക്ഡിനിൽ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കുക. ആ പ്രൊഫൈൽ വഴി ചിലപ്പോൾ ജോലി നിങ്ങളെ തേടി എത്തിയെന്ന് വരും. ആ പ്രൊഫൈൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാം. ജോബിന്റെ എക്സ്പീരിയൻസ് കൂടുന്നതും ഒരു എളുപ്പ വഴിയാണ്. പിന്നെ മറ്റൊരു സന്തോഷ വാർത്ത കേട്ടോ, ആദ്യം 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ന്യൂസിലൻഡിലേക്ക് ജോബിന് അപ്ലൈ ചെയ്താൽ പെട്ടെന്ന് കിട്ടിയിരുന്നത്. ഇപ്പോൾ ഗവൺമെന്റ് ആ പരിധി കുറച്ചിട്ട് 2 വർഷമാക്കി തീർത്തു. അപ്പൊ അതും ഒരു ഹാപ്പി ആയിട്ടുള്ള ന്യൂസ് തന്നെയാണ്. ഇനി ജോലിക്ക് അപ്ലൈ ചെയ്യുന്നവരോട് ഒരു വാക്ക്, നിങ്ങളുടെ ലക്ഷ്യം
നിങ്ങളുടെ മനസ്സിൽ തീരുമാനിക്കുക. നിങ്ങൾക്ക് എവിടെ ജോലി കിട്ടണം? ന്യൂസിലൻഡിലാണോ, ഓസ്ട്രേലിയയിലാണോ, എവിടെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അത് മനസ്സിൽ ആ ഒറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് ജോബിന് അപ്ലൈ ചെയ്യുക. ഈ ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളൊരു ഇന്റർവ്യൂ കോള് പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കുക. ഒരു ദിവസം നിങ്ങൾക്കത് കിട്ടും. നിങ്ങൾ ഒരിക്കലും തളരരുത്, മുന്നോട്ട് തന്നെ പോവുക. ആ ജോലി നിങ്ങൾക്ക് തന്നെ ഉള്ളതാണ് എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ഇരിക്കുക. ആ ജോലിക്ക് അപ്ലൈ ചെയ്ത് ആ ജോലിയുടെ അപ്ഡേറ്റ്സ് വരുന്നത് വരെ ആ ജോലി നിങ്ങൾക്ക് കിട്ടിയിട്ടേ അതിൽ നിന്ന് പിന്മാറുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അത് തന്നെ വിചാരിച്ചുകൊണ്ടിരിക്കുക. ഒരിക്കലും നിങ്ങൾ ആ ശ്രമം ഉപേക്ഷിക്കരുത്. അപ്പോൾ വീണ്ടും വീണ്ടും ജോലികൾക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓരോ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോഴും ഇത് നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾക്കിപ്പോൾ ന്യൂസിലൻഡിലാണ് നിങ്ങൾ ജോലി ആഗ്രഹിക്കുന്നതെങ്കിൽ ന്യൂസിലൻഡിൽ നിന്ന് എനിക്കൊരു ഇന്റർവ്യൂ കോൾ വരും എന്ന് മനസ്സിൽ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ മൊബൈൽ കയ്യിൽ കൊണ്ടു നടക്കുക. ആ കോള് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി അത് പ്രതീക്ഷിച്ചുകൊണ്ട് കയ്യിൽ കൊണ്ടു നടക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഇന്റർവ്യൂ കോള് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. നിങ്ങളുടെ മനസ്സാണ് നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ആ മനസ്സിൽ കാര്യങ്ങൾ വിചാരിച്ചാൽ മാത്രമേ ആ കാര്യത്തിന് ഒരു ഫുൾഫിൽമെന്റ് ഉണ്ടാവും. അപ്പൊ എല്ലാവരും അതേപോലെ ചിന്തിക്കുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പാടെ ഉപേക്ഷിക്കുക, പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. ഞാൻ അതുപോലെയായിരുന്നു. പക്ഷെ ന്യൂസിലൻഡിൽ വന്ന് എത്തണം എന്നുള്ള ആഗ്രഹം നേരത്തെ ഉണ്ടായിരുന്നു. അത് ന്യൂസിലൻഡ് തന്നെ ആവണമെന്നും ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ഞാൻ ഇതുപോലുള്ള വിദേശ രാജ്യങ്ങളുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഫിലിമൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ അവിടെ എങ്ങനെയുള്ള സ്ഥലമാണെന്ന്. അപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ കിടക്കുന്നതിന് മുന്നേ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് കിടക്കും. അപ്പൊ ചീത്ത കാര്യങ്ങൾ ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഇതുപോലെ നല്ല കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് വിദേശ രാജ്യങ്ങളിലൂടെ നടന്നു പോകുന്നതും അതുപോലെ അവിടെ ചെന്നിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സങ്കല്പിച്ചുകൊണ്ടാണ് ഞാൻ രാത്രി ഉറങ്ങാൻ കിടന്നിരുന്നത്. അപ്പൊ അത് എനിക്ക് അറ്റ് ലാസ്റ്റ് എനിക്ക് ഇവിടെ വന്നെത്തിച്ചേരാനായിട്ട് സാധിച്ചു. അപ്പൊ ആ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഞാനൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സിൽ പങ്കെടുത്തപ്പോഴാണ് ഇത്തരത്തിലുള്ള ചിന്തകൾ എനിക്ക് കിട്ടിയത്. നിങ്ങൾ നെഗറ്റീവ് പറയരുത്, പോസിറ്റീവ് മാത്രം ചിന്തിക്കുക. നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അതെന്നും സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുക. ഇതാണ് ആ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സിൽ നിന്ന് എനിക്ക് കിട്ടിയ പാഠം. അതുപോലെ തന്നെ ഞാൻ കുറേ നാളെന്ന് പറഞ്ഞാൽ ഒരു 4-5 വർഷത്തോളം ഞാൻ ഇതേപോലെ ചിന്തിച്ചു. ആ ചിന്തകളെല്ലാം എൻ്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ എന്നെ സഹായിച്ചു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളും അതേപോലെ ചിന്തിക്കുക. വലിയ വലിയ സ്വപ്നങ്ങൾ കാണുക. ആ സ്വപ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരും. എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് നടക്കുക. മറ്റുള്ളവർ നെഗറ്റീവ് പറഞ്ഞാലും ഒരു സ്മൈലോടുകൂടി അതിനെ നേരിടുക. നമ്മൾ അവരോട് ദേഷ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ ബ്ലഡ് പ്രഷർ കൂടും. അതാണ് സംഭവിക്കുന്നത്. അപ്പൊ അത് വേണ്ട. മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും അത് ചെവി കൊടുക്കാണ്ടിരിക്കുക. നമ്മൾ നമ്മളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരും. പലരും പറയാറുണ്ടാവും, പിന്നെ നിനക്കിപ്പോ കിട്ടാൻ പോകുന്നു, കിട്ടുമൊന്നുമില്ല എന്നൊക്കെ പറയും. അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടാ. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. അത് കിട്ടുന്നത് വരെ ചിന്തിക്കുക. നിങ്ങളുടെ കുട്ടികളെയും അതുപോലെ തന്നെ പരിശീലിപ്പിക്കുക. ഇപ്പോഴേ തന്നെ അവർക്കൊരു ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഭാവിയിൽ ഇതുപോലുള്ള ഉയരങ്ങളിൽ ചെന്നെത്തിച്ചേരും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, ഒരു വീട്ടിൽ 4 മക്കളുണ്ടെങ്കിൽ 4 പേരും ഒരേ എക്കണോമിക് സ്റ്റാറ്റസ് ആയിരിക്കില്ല. അതായത് കുറച്ച് പേര് സാമ്പത്തികമായിട്ട് ഉയർന്നവരായിരിക്കും. ചിലപ്പോൾ അതിൽ നിന്ന് ഒരാൾ ഭയങ്കര ദരിദ്രനായിരിക്കും. അയാളുടെ സ്വപ്നങ്ങളാണ് അയാളെ ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അതുപോലെ മറ്റുള്ളവരാണെങ്കിലോ അവർക്ക് ഉയരണം എന്നുള്ള ആഗ്രഹമുണ്ടായി കാണും. അപ്പം അതിൽ നിന്നാണ് അവര് ഉയർച്ചയിലേക്ക് എത്തുന്നത്. അപ്പം അതുപോലെയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് മനസ്സാണ്. അപ്പം നമ്മുടെ മനസ്സിനെ അതിനുവേണ്ടി ട്രെയിൻ ചെയ്തെടുക്കുക. അതാണ് നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം. അപ്പം എല്ലാവരും ഈ ഡിസംബർ മാസത്തിൽ തന്നെ ജോലികൾക്കൊക്കെ അപ്ലൈ ചെയ്യുക. ആ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് വരെ നിങ്ങൾ അതേക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ആ ജോലി കിട്ടുന്നതിന് ദൈവത്തോട് നന്ദി പറയുക. കുറച്ചു നേരമെങ്കിലും നമ്മൾ ദൈവവിചാരമുള്ളവരായിരിക്കുന്നത് നല്ലതാണല്ലേ. ആ ജോലി എനിക്ക് കിട്ടിയതിന് നന്ദി എന്ന് ഇപ്പോഴേ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും ദൈവം തന്നെ നമുക്കത് സാധിച്ചു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും നന്നായിട്ട് പരിശ്രമിക്കുക. ആ പരിശ്രമം നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കും. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനിയും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സീ യു ബൈ.